ജിഷ്ണു, തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം, ഇവിടെ നേരത്തെ ഉദ്ഘാടനത്തിന് പറഞ്ഞിരുന്നു, അന്യമതസ്ഥർക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പരന്നു കാണുന്നു. ഈ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ധാർമ്മിക മൂല്യങ്ങൾ ശരിയായ ധാർമ്മിക മൂല്യങ്ങളെ മതത്തിൻ്റെ കുറച്ച് ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തിയതുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്? അല്ലെങ്കിൽ ഇസ്ലാമിനെ ഒരു മതത്തിലുപരി ഒരു സംസ്കാരമായി പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ജിഷ്ണുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം അതൊരു മതത്തിൽ ഒതുങ്ങി എന്നതല്ലേ, ഒരു സംസ്കാരമായി പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം അതൊരു മതമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ആ മതത്തെ ഖുർആൻ കൃത്യമായി നിർവചിച്ചുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇമ്രാനിലെ 83-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നു, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമു മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകറഹൻ വഇലൈഹി യുർജഊൻ. അവർ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റു വല്ലതിനെയുമാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരറിയണം ലോകത്തുള്ള എല്ലാം ആകാശഭൂമികളിലുള്ളതല്ല നിർബന്ധിതമായോ അല്ലെങ്കിൽ സ്വമനസ്സായോ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന്. ഖുർആൻ പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയുമെല്ലാം മുസ്ലിങ്ങളാണെന്നാണ്. ഇനിയിപ്പോൾ എല്ലാവരും മാർക്കം കൂട്ടിഞ്ഞ അവസാനം സൂര്യനും ചന്ദ്രനും ഭൂമിനും മാർക്കം കൂട്ടാനുള്ള ഏർപ്പാടാണെന്ന് ജിഷ്ണു ചോദിക്കണ്ട. ഇവിടെ വിഷയം ഇവ മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇവയെല്ലാം അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളാണ് എന്ന്. ദൈവിക നിയമങ്ങളാണ്. സൂര്യന് അതിന് നിശ്ചയിക്കപ്പെട്ട നിയമങ്ങളിൽ നിന്ന് ഒരല്പം പോലും പിന്നോട്ടോ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അസ്ട്രോണമി നിലനിൽക്കുന്നത്, അല്ലേ? അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം നിലനിൽക്കുന്ന സൂര്യൻ തോന്നിയ പോലെ നടക്കുകയാണെങ്കിൽ കഴിയോ? അല്ല. സൂര്യൻ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ ആ നിയമം അനുസരിക്കുന്ന മുസ്ലിമാണ്. ഭൂമിക്ക് നിയമമുണ്ട്. ആ നിയമം ഭൂമി അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മുസ്ലിമാണ്. മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങൾ അവ പഠിച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെയും ഹൃദയം മുസ്ലിമാണ്, ജിഷ്ണുവിൻ്റെയും ഹൃദയം മുസ്ലിമാണ്. ഇവിടെ അതേസമയം നമുക്ക് മനുഷ്യർ എന്നുള്ള നിലക്ക് നമുക്ക് സ്വാതന്ത്ര്യമുള്ള മേഖലകളുണ്ട്. ആ മേഖലകളിൽ കൂടി പഠിച്ചവന്റെ നിയമം അനുസരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം. അതിനാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. മതം എന്ന് പറയുമ്പോൾ കേവലം കുറേ ആചാരങ്ങളോ കേവലം കുറേ അനുഷ്ഠാനങ്ങളോ അല്ല. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ജീവിതത്തിൻ്റെ സമ്പൂർണമായ സംസ്കരണമാണ്, ഒരു സംസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രയോഗവൽക്കരണമാണ്. പക്ഷേ ജിഷ്ണു പറഞ്ഞതുപോലെ കേവലം ചില നല്ല ആശയങ്ങൾ മാത്രമാണ് ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞിരുന്നത് എങ്കിൽ ഇസ്ലാമിന് ആരോപണങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാകില്ല. ഉദാഹരണത്തിന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, ചൂഷണം ചെയ്യരുത്, മാതാപിതാക്കൾ അനുസരിക്കണം, ഇതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകില്ലായിരുന്നു, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കൂലായിരുന്നു. പക്ഷേ ഇസ്ലാം ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് പറയുന്നത് വേറെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. അതുകൊണ്ടാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടാകുന്നതും അതെല്ലാം അതുകൊണ്ടാണ്. ഇസ്ലാം അതെല്ലാം പറയുന്നത് നീ എന്തുകൊണ്ട് വ്യഭിചരിച്ചുകൂടാ എന്ന ചോദ്യത്തിന് ഇസ്ലാമിന് ഉത്തരമുണ്ട്. നിനക്ക് എയ്ഡ്സ് ഉണ്ടാകുന്നത് കൊണ്ട് എന്നല്ല. നിന്റെ സ്രഷ്ടാവ്, നിന്റെ തമ്പുരാൻ, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എതിർത്തിട്ടുള്ളതാണ്, വെറുത്തിട്ടുള്ളതാണ് വ്യഭിചാരം. അതുകൊണ്ട് നീ അത് ചെയ്തുകൂടാന്നാണ്. നീ എന്തുകൊണ്ട് മദ്യപിക്കരുത് എന്നും എന്തുകൊണ്ട് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണമെന്നുമെല്ലാമുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, ഇസ്ലാമിന്റെ ഉത്തരം നിന്റെ സ്രഷ്ടാവിന്റെ കൽപ്പനയാണത് എന്നാണ്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ അനുസരിക്കേണ്ടത്, മുസ്ലിം അനുധാവനം ചെയ്യേണ്ടത് സ്രഷ്ടാവിന്റെ കൽപ്പനകളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. ആ സ്രഷ്ടാവിന്റെ കൽപ്പനകളാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇസ്ലാം ശത്രുവാകും. അവിടെയാണ് ഇസ്ലാം ശത്രുവാകുന്നത്. നിങ്ങൾക്കറിയാലോ, ഒരുപാട് ധാർമ്മിക പ്രസ്ഥാനങ്ങൾ, ആത്മീയ പ്രസ്ഥാനങ്ങളുണ്ട്, അല്ലെ? ആത്മീയ പ്രസ്ഥാനങ്ങൾ, ആൾദൈവ പ്രസ്ഥാനങ്ങൾ, ഒരുപാട്. ഈ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും മീഡിയ എതിരല്ല. എന്തുകൊണ്ട് ഇസ്ലാമിന് മാത്രം? എന്താ ഇസ്ലാം ചെയ്ത തെറ്റ്?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് പ്രശ്നം? ഇസ്ലാം ഇപ്പൊ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇസ്ലാം പറയും, നീ എന്ത് ചെയ്തുകൂടാ, നീ ചൂതാട്ടം നടത്തിക്കൂടാ. എന്തുകൊണ്ട് നടത്തിക്കൂടാ? പടച്ചോനെ പഠിപ്പിച്ചതുകൊണ്ട്. ചൂതാട്ടം വഴി നിനക്ക് ചൂതിന് ഒരു തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടാകും, അത് നിന്നെ ആത്മഹത്യയിലേക്ക് നയിക്കാം എന്നതുകൊണ്ട് എന്നല്ല, പടച്ചോനെ പഠിപ്പിച്ചതുകൊണ്ട് എന്നാണ്. അവിടെ ഒരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുകയാണ്, ഒരു ജീവിത നിലപാടിൽ മാറ്റം ഉണ്ടാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കോടിക്കണക്കിന് രൂപ കാസിനോകളിലൂടെ കളിക്കുകയും ആ കാസിനോകളിൽ വെച്ച് പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും ആശയെയും കീശയെയും ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ട് നടത്തുന്ന അന്താരാഷ്ട്ര കാസിനോകളിലെ ഗാംബ്ലിംഗ് മുതൽക്ക് നമ്മുടെ നാട്ടിൽ സൈക്കിളിൽ വിളിച്ചു പറഞ്ഞു പോകുന്ന ലോട്ടറി ടിക്കറ്റ് കച്ചവടം വരെയുള്ള മുഴുവൻ ഗാംബ്ലിങ്ങും ഒരു ന്യായീകരണവും ഇല്ലാത്ത വിധം ഇസ്ലാമിന് അന്യമാണ്. എന്തുകൊണ്ടാണ്? പടച്ചവൻ അത് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാംബ്ലേഴ്സിനെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടല്ലാതെ ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവരുടെ ഈ പ്രവർത്തനങ്ങളിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതേപോലെ നിങ്ങൾ നോക്കുക, ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന, ലോകത്തിന്റെ മുന്നിൽ ഈ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിജാബ്, സ്ത്രീകളുടെ വസ്ത്രധാരണം. എന്താണ് ആ വസ്ത്രധാരണത്തിന് ഇത്ര പ്രശ്നം? നാം ചിന്തിക്കുക, ഈ വസ്ത്രധാരണം തന്നെ സ്വീകരിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്, പക്ഷെ അവർക്കൊന്നും പ്രശ്നമില്ല. എന്തേ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രശ്നം? നാം ചിന്തിക്കുക, നൺസ്, ക്രിസ്ത്യൻ നൺസ് ഏകദേശം ഇതേ വസ്ത്രം ധരിക്കുന്നു അല്ലെ? അതൊന്നും അടിമത്വത്തിന്റെ, ജഡത്വത്തിന്റെ, പിന്നോക്കത്തിന്റെ ചിഹ്നമായി അവതരിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? അവർ ഒരു സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പൂർണ്ണ ജീവിത നിഷേധമാണ്. ഇസ്ലാം അതല്ല, ജീവിച്ചുകൊണ്ട് തന്നെ ഈ വസ്ത്രം എന്നാണ് പറയുന്നത്. അവിടെ ഈ വസ്ത്രം ഒരു സിംബലാവുകയാണ്. അതെന്താണ്? തൻ്റെ തൊലിയല്ല തൻ്റെ വ്യക്തിത്വത്തെ അളക്കേണ്ടത് എന്നാണ് മുസ്ലിം സ്ത്രീ അതുവഴി പ്രഖ്യാപിക്കുന്നത്. എൻ്റെ വ്യക്തിത്വം, എൻ്റെ സ്വഭാവങ്ങൾ, ഞാൻ എന്ത് ചെയ്യുന്നുവോ, നമ്മെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിത്വം അളക്കുന്നത് എന്താണ്? നിങ്ങൾ ചിന്തിക്കുക, നമ്മൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ജോലികളിൽ പലതിലും നമ്മുടെ വ്യക്തിത്വം അളക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ തൊലിൻ്റെ നിറം കണ്ടിട്ടാണോ? നമ്മുടെ ശക്തി കൊണ്ടാണോ? നമ്മളുടെ സാധാരണ മിസ്റ്റർ ഇന്ത്യയും മിസ്റ്റർ ലോകവും മിസ്റ്റർ വേൾഡും അല്ല ആകാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള ശരീരകാന്തി കൊണ്ടാണോ? അല്ലല്ലോ. അതേസമയം പെണ്ണിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ജോലികളിൽ നല്ലൊരു ശതമാനത്തിലും അവളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ യോഗ്യത എന്താണ്? അവളുടെ തൊലിയല്ലേ? അവിടെയാണ് വസ്ത്രം ഒരു ചിഹ്നമാകുന്നത്, പ്രതിരോധത്തിന്റെ ചിഹ്നമാകുന്നത്. എൻ്റെ തൊലിയല്ല, എൻ്റെ ക്വാളിറ്റിയാണ്, ഞാൻ എന്താണോ അത് നിശ്ചയിക്കുന്നത്, എൻ്റെ ധർമ്മം നിശ്ചയിക്കുന്നത് എന്നാണ്. അവിടെയാണ് പെണ്ണിനെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വലിയ പരിചയമായി ഹിജാബ് മാറുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഹിജാബ് അങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായ മുതലാളിത്തത്തിന് പ്രശ്നമാണ്. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരുടെ പ്രോഡക്ട്സ് ചെലവാകണമെങ്കിൽ പെണ്ണിന്റെ സൗന്ദര്യം ഉണ്ടായേ തീരൂ. പെണ്ണിന്റെ സൗന്ദര്യം എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ പുതിയ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഒരു പുതിയ ഒരു ക്ലോണിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അടുത്ത കാലത്തായി ഇന്ത്യയിൽ തന്നെയാണ് നിരന്തരമായി മിസ് വേൾഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? പുതിയ ക്ലോണിംഗ് സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്, മുമ്പ് ഇന്ത്യയിൽ ഇതേ സൗന്ദര്യമാരുണ്ടാവണമല്ലോ. ഇതേ സുന്ദരിമാരുടെ പിന്നെ അവരുടെ പിന്മുറക്കാരായിട്ടാണല്ലോ വരേണ്ടത്. ഇന്ത്യ ഒരു ഉപഭോഗ നാടായി മാറുമ്പോൾ ആ ഉപഭോഗ നാട്ടിന്റെ പ്രതിനിധികൾ അവരുടെ ശരീരം കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യണം, പുരുഷന്മാരെ ചൂഷണം ചെയ്യണം. അതിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതെല്ലാം വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ എന്തുകൊണ്ട് മുതലാളിത്തത്തിന്റെ ശത്രുവായി ഇസ്ലാം മാറുന്നു? എന്തുകൊണ്ട് ആ പെണ്ണിന്റെ ഉത്തരം ഇതൊന്നുമല്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരം എന്തുകൊണ്ട് മറക്കുന്നു എന്ന ചോദ്യത്തിന് മുസ്ലിം പെണ്ണിന്റെ ഉത്തരം, എൻ്റെ നാഥൻ, എൻ്റെ പടച്ചവൻ, എന്നെ സൃഷ്ടിച്ചവൻ കൽപ്പിച്ചത് അതാണ്, അതുകൊണ്ട് എന്നാണ്. അവളിതൊന്നും പഠിച്ചതുകൊണ്ടല്ല, പക്ഷെ അത് അവൾക്ക് ചൂഷണത്തിനുള്ള ഒരു പ്രതിരോധമായി മാറുന്നു സ്വാഭാവികമായും. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ ചൂഷകന്മാർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകുന്നു. എന്തുകൊണ്ടാണത്? ഇത് ഒരു ഐഡിയോളജിക്കലാണ്, മറ്റൊന്നും ഐഡിയോളജിക്കൽ അല്ല. നിങ്ങൾക്ക് മദ്യം ഉദാഹരണം എടുക്കാം. മദ്യം പാടില്ല, മദ്യത്തിനെതിരെ നമ്മൾക്ക് ലോകത്തോട് പറയാം. എന്തുകൊണ്ട് മദ്യം പാടില്ല?
നമ്മൾ കരളിന് ക്യാൻസർ ഉണ്ടാവും എന്ന് പറയും. അത് അറിയാത്തവനാണോ മദ്യത്തിന് ക്യൂ നിൽക്കുന്നത്? അല്ലല്ലോ, മദ്യക്കുപ്പിയുടെ പുറത്ത് വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അല്ലെ? വലുതാക്കി കാണുന്ന കോലത്തിൽ വലിയ വലുതാക്കി മദ്യപിക്കുന്നത് ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന മറ്റു പല രോഗങ്ങളും ഉണ്ടാക്കുന്നതിന് കാരണമാണ് എന്ന് വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണാത്തത് കൊണ്ടല്ലല്ലോ കുടിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് അതേ സമയം ഇവിടെ മാറ്റം ഉണ്ടാവുകയാണ്. മറ്റേത് അതിനേക്കാൾ വലിയ ക്യാൻസർ ഉണ്ടാകുന്നു എന്ന ഒരു അവരെ സംബന്ധിച്ചിടത്തോളം പിന്നോക്കം വലിക്കുന്ന കാര്യത്തിനേക്കാൾ വലിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രലോഭിപ്പിക്കാൻ കഴിയുന്നു. ഇത് വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരെ ഒരിക്കലും ഒന്നും മാറ്റാൻ കഴിയില്ല. എന്താ? ഇത് എന്നോട് എൻ്റെ സട്ടാവ് കൽപ്പിച്ചതാ പാടില്ല എന്ന്. അവിടെ മാറ്റമില്ല. നിങ്ങളോട് മദ്യപാനം തകരാറാണ്, പ്രശ്നമാണ് എന്നെല്ലാം പറയുന്നവരോട് നിങ്ങൾക്ക് ക്യാമ്പസിൽ പറയാം, ഇതൊരു സോഷ്യൽ ഡ്രിങ്ക് അല്ലേ മോനെ, ഒരു ദിവസമല്ലേ, ഒരു കമ്പനിക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞു തുടങ്ങാം. പക്ഷെ ആ തുടങ്ങിയവൻ പലപ്പോഴും എന്തായിട്ടാ മാറുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ തുടങ്ങാം ആൾക്ക്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ എന്ന് പറയാം. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ലഹരി ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിൽ ഒരു തുള്ളിയാണെങ്കിലും കുടിച്ചൂടാ. അവിടെ കൃത്യമാണ് കൽപ്പന, വരുന്ന കൽപ്പന മുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ചോദ്യമില്ല. അതുകൊണ്ടാണ് ഇസ്ലാം വെറുക്കപ്പെടുന്നത്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത്. എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുന്ന ആശയമായതുകൊണ്ടാണ്. അതല്ലാതെ അതൊരു മതവൽക്കരണം സ്വാഭാവികമാണ്. മതവൽക്കരണം എന്ന് പറയുന്നത് കൊണ്ട് വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമാണ് എങ്കിൽ അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ സവിശേഷത എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്.